പ്രതിപക്ഷ അംഗത്തെ ലക്ഷ്യമിട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധിക്ഷേപ പരാമർശം. 8 അട്ടിവെച്ച പോലെ ഉയരം കുറവുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അതിനിടെ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുമ്പോൾ നടത്തിയ പരാമർശം കടകംപള്ളി സുരേന്ദ്രൻ പിൻവലിച്ചു. ക്യാമറകൾ ഉണ്ടെന്നറിയാതെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം ഭരണപക്ഷവും ആയുധമാക്കിയിട്ടുണ്ട്. അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ വാവിട്ട വാക്കുകൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിന് ശേഷം സഭയിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പുതിയ കാലത്തെ രാഷ്ട്രീയ ശരിക്ക് ചേരാത്ത പരാമർശമുണ്ടായത്. സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. കണ്ണൂരിലെ പ്രാദേശിക വാമൊഴി വഴക്കം മുഖ്യമന്ത്രിയെ കുരുക്കി. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് ബോഡി ഷെയ്മിംഗ് ആണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം, അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ തെറ്റായ പ്രയോഗവും ഭരണപക്ഷത്തിന് പാഠമായില്ല. ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് വന്നതും ആണഹങ്കാരത്തിന്റെ വാക്കുകളായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്വമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. ഭരണപക്ഷത്തു നിന്ന് തന്നെ പിഴവ് ചൂണ്ടിക്കാട്ടിയതോടെ കടകംപള്ളി പരാമർശം പിൻവലിച്ച് തലയൂരി. പരിധിവിട്ട വാക്കുകളുടെ പേരിൽ ഭരണപക്ഷത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും സ്വയം അതേ കെണിയിൽ തന്നെ വീണു. ആ ഒരു പേപ്പർ തരാൻ പറയാനുള്ളത് കൊടുത്തപ്പോ എന്റെ തരണമെന്ന് പറയാനുള്ള 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.